അസ്സലാമലൈക്കും. പുറമെ നല്ല സോഫ്റ്റും ഉള്ളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതും നല്ല ബീഫ് കൂട്ടി കഴിച്ചു നോക്കിയിട്ടുണ്ടോ? സദ്യയിൽ വാഴയിലയിൽ പായസം ഒഴിച്ച് കുടിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഫ്ലേവർ. സോ നമുക്ക് റെസിപ്പി കിടക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ദോശമാവാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇനി ഞാൻ 3 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു, പിന്നെ ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. ഇത് ഞാൻ രാവിലെ കുഴച്ച് വെക്കുന്നുണ്ട്, എന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത്. സോ നിങ്ങൾ പഴംപൊരിയൊക്കെ രാവിലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാം, അല്ല വൈകുന്നേരം ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ തന്നെ ഇത് കുഴച്ച് വെക്കുകയാണെങ്കിൽ അത് നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആവും. ഇപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയിട്ടുള്ളത്. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് ഞാൻ അത്യാവശ്യം ബൾക്കുള്ളത് കൊണ്ട് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചില്ല എന്ന് മാത്രം. ഇനി ഞാനിതാ വൈകുന്നേരം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത്, നാടൻ പഴം ആയതുകൊണ്ട് ചെറിയ പഴം കേട്ടോ, ഇത് 3ആയി നീളത്തിൽ കട്ട് ചെയ്തു. ഇനി ഞാൻ ചൂടുള്ള പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ. പഴം ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് ചൂടോടെയും കഴിക്കാം, ചൂടാറിയിട്ടും കഴിക്കാം. ഈ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ ഇങ്ങനെ നേരത്തെ തന്നെ മാവ് ഉണ്ടാക്കി വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പിയും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.